പുന്നപ്പുഴ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഒഴുകുന്ന ഒരു ചെറിയ സ്ഥലമായിരുന്നു. ഇവിടെ പുഴ എന്ന് പറയാൻ കഴിയാത്ത വിധം ഉള്ള ഒരു ചെറിയ തോട് എന്ന് പറയാവുന്ന സ്ഥിതിയായിരുന്നു. അവിടേക്കാണ് വലിയ തോതിൽ ഈ ചെളിയും അതോടൊപ്പം തന്നെ പുഴ ദിശ തെറ്റി വന്ന് ഈ ഭാഗത്തേക്ക് ഇരച്ചു കയറുകയാണ് ഉണ്ടായിരിക്കുന്നത്. അത്രയ്ക്ക് വലിയ തരത്തിലുള്ള മരങ്ങളുടെയും ചെളിയുടെയും മറ്റ് അവശിഷ്ടങ്ങളുടെയും നിക്ഷേപമാണ് ഈ വെള്ളരിമല വില്ലേജ് ഓഫീസിന് പിറകുവശത്ത് ഉണ്ടായിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം രാവിലെ സന്നദ്ധ പ്രവർത്തകരുടെ തെരച്ചിൽ രാവിലെ തന്നെ ആരംഭിച്ചിരിക്കുന്നു. ഇനി വലിയ ഹിറ്റാച്ചി പോലുള്ള യന്ത്ര സംവിധാനങ്ങൾ കൊണ്ടുവന്നാൽ മാത്രമേ ഇവിടുത്തെ തെരച്ചിൽ പൂർണ്ണമാകുകയുള്ളൂ. ഇപ്പോൾ ആർമി സംഘം തയ്യാറായി നിൽക്കുന്നു. അവരും അല്പസമയത്തിനകം ഇവിടേക്ക് വരും. 6 സോണുകളായി തിരിച്ച് 40 അംഗങ്ങൾ വീതമുള്ള ഒരു തെരച്ചിൽ ക്രമീകരണമാണ് സർക്കാർ ജില്ലാ ഭരണകൂടം ഒരുക്കിയിട്ടുള്ളത്. ഇതിൽ ആർമി പ്രവർത്തകരുണ്ട്, ഫയർ ആൻഡ് റെസ്ക്യൂ, അതോടൊപ്പം തന്നെ പോലീസുകാരുണ്ടാകും, ഒപ്പം തന്നെ സന്നദ്ധ പ്രവർത്തകരുണ്ടാകും. നാട്ടുകാരായ 2-3 ആളുകളെ ഓരോ സംഘത്തിലും നിയോഗിക്കുമെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. കാരണം ഓരോ പ്രദേശത്തെയും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ, അവിടുത്തെ മറ്റ് കാര്യങ്ങൾ എങ്ങനെയാണ് എന്ന് ഈ തെരച്ചിൽ സംഘത്തിനൊരു അറിവ് നൽകുന്നതിന് വേണ്ടിയാണ് പ്രദേശവാസികളെ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ആർമി സംഘം തെരച്ചിലിന് സന്നദ്ധരായി അവിടെ നിൽക്കുകയാണ്. അല്പസമയത്തിനകം ഈ ആർമി സംഘം ഇവിടേക്ക് വരും. നമുക്ക് കാണാം ഇവിടെ ഇതൊരു കാപ്പിത്തോട്ടത്തിൻ്റെ കുന്നായിരുന്നു. ഇവിടേക്ക് പുഴ ഒരിക്കലും വരേണ്ട ഒരു സ്ഥിതി ഒരിക്കലും ഉണ്ടായിട്ടില്ല. എന്നാൽ ഈ പുന്നപ്പുഴ അവിടെ നിന്ന് താഴേക്ക്, അതായത് ചാലിയാർ ഭാഗത്തേക്കാണ് ഇവിടെ നിന്ന് ഈ പുഴ ഒഴുകേണ്ടത്. അങ്ങനെ ഒഴുകിയ പുഴ തിരിച്ചൊഴുകി ഇങ്ങോട്ട് വന്നു. അതായത് ഈ പുഞ്ചിരിമട്ടം അടക്കമുള്ള മേഖലയിൽ നിന്ന് ചൂരൽമലയിൽ നിന്ന് പുഴ തിരിച്ചൊഴുകി വന്ന് അവിടെ നിന്നാണ് ഇത്രയും വലിയ മരങ്ങളും മറ്റ് പാറക്കൂട്ടങ്ങളും ഒപ്പം തന്നെ മറ്റ് ഈ വീടുകളുടെ ഭാഗങ്ങളുമൊക്കെ അടിച്ചു കയറിയത്. ഇവിടെയാണ് ആദ്യ ദിവസം ഏറ്റവും കൂടുതൽ മൃതദേഹം കണ്ടെടുത്ത സ്ഥലം. ആദ്യ ദിവസം 29 മൃതദേഹങ്ങളാണ് ഇവിടെ നിന്ന് എടുത്തത്. ഇന്നലെ 7 മൃതദേഹങ്ങൾ കണ്ടെടുത്തു. ഒപ്പം തന്നെ ബാക്കി ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തു. ഇന്നലെ തെരച്ചിൽ നടത്തിയ ഭാഗത്തിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്ന് സന്നദ്ധ പ്രവർത്തകരും മറ്റും തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ മറ്റ് സൈന്യമോ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളോ വരുന്നതിന് മുമ്പ് തന്നെ സന്നദ്ധ പ്രവർത്തകർ ഇവിടേക്ക് എത്തി ഈ തെരച്ചിൽ സ്വന്തം നിലയിൽ തന്നെ ആരംഭിച്ചിരുന്നു. അത്തരത്തിൽ തെരച്ചിൽ പുരോഗമിക്കുന്നു. ഇന്ന് കൂടുതൽ മൃതദേഹങ്ങൾ അല്ലെങ്കിൽ കാണാതായവരെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇവിടെ നിന്ന് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും വെള്ളരിമല വില്ലേജ് ഓഫീസിൻ്റെ പരിസരത്തുള്ള തെരച്ചിൽ ഊർജിതമായി തന്നെ നടക്കുന്നു. അല്പസമയത്തിനകം സൈന്യമടക്കമുള്ള മറ്റ് സംവിധാനങ്ങൾ കൂടി ഈ തെരച്ചിലിൻ്റെ ഭാഗമാകും. അതോടുകൂടി കൂടുതൽ ആളുകളെ പറ്റിയുള്ള വിവരങ്ങൾ അറിയാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഈ ജില്ലാ ഭരണകൂടവും മറ്റും അധികാരികളും പങ്കുവെക്കുന്നത്.